റഷ്യയിലേക്ക് പോയ 10 ഇന്ത്യൻ പൗരന്മാർ യുദ്ധത്തിനിടെ മരിച്ചതായി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. മരിച്ചവരിൽ ഭൂരിഭാഗവും സ്വമേധയാ റഷ്യൻ സേനയുമായി കരാറിലേർപ്പെട്ടവരാണ്. ഏജന്റുമാർ തെറ്റിദ്ധരിപ്പിച്ച് നിരവധി പേർ റഷ്യൻ സേനയുമായി കരാറിലേർപ്പെട്ടിട്ടുണ്ടെന്നും കേന്ദ്രം. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, എന്താണ് കേന്ദ്രം കോടതിയെ അറിയിച്ചിട്ടുള്ളത്? അനുജ അമലി, ജോലി അവസരം തേടി റഷ്യയിലേക്ക് പോയ 26 ഇന്ത്യക്കാരുടെ കുടുംബങ്ങൾ നൽകിയ ഹർജിയിലായിരുന്നു കഴിഞ്ഞ തവണ സുപ്രീം കോടതി കേന്ദ്രത്തിന്റെ മറുപടി തേടിയത്. ആ മറുപടിയിലാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയിലേക്ക് പോയ 10 ഇന്ത്യൻ പൗരന്മാർ യുദ്ധത്തിനിടെ മരിച്ചു എന്ന കാര്യം. അതിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും സ്വമേധയാ തന്നെ റഷ്യൻ സേനയുമായി കരാറിൽ ഏർപ്പെട്ടവർ ആണ് എന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ തന്നെ ഈ ഏജന്റുമാർ തെറ്റിദ്ധരിപ്പിച്ച നിരവധി പേർ റഷ്യൻ സേനയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ട്. എന്നാൽ ഈ ഹർജിക്കാർ കുടുംബാംഗങ്ങൾ ആരോപിച്ചത് ഇതുമായി ബന്ധപ്പെട്ട വിദേശകാര്യ മന്ത്രാലയം ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചില്ല എന്നൊരു ആരോപണമാണ് മുൻനിർത്തിയത്. പക്ഷേ കേന്ദ്രം നൽകിയ മറുപടി ഈ കുടുംബാംഗങ്ങളുമായി എല്ലാ തരത്തിലും വിദേശകാര്യ മന്ത്രാലയം ആശയവിനിമയം നടത്തുന്നുണ്ട് എന്ന കാര്യമാണ്. എന്തായാലും സുപ്രീം കോടതിയിലാണ് ഈ 10 ഇന്ത്യൻ പൗരന്മാർ റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ മരിച്ചതായി, അത് റഷ്യയിലേക്ക് പോയ പൗരന്മാരാണ്, മരിച്ചതായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. റഷ്യയിലേക്ക് പോയ ഇന്ത്യക്കാർ അവിടെ യുദ്ധത്തിനിടെ 10 പേരും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.